ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് പരമായിട്ടുള്ള വിഷയങ്ങളാണ്. ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ അത് എങ്ങനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം, പെർമനൻ്റായി എങ്ങനെ ഡിലീറ്റ് ചെയ്യാം. നിങ്ങൾ സാധാരണ രീതിയിൽ ഡിലീറ്റ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ അത് പെർമനൻ്റായിട്ട് ഡിലീറ്റ് ആവില്ല, വീണ്ടും റിക്കവറിയായി ഓട്ടോമാറ്റിക്കലി വരും. അത് എങ്ങനെ പെർമനൻ്റായി ഡിലീറ്റ് ചെയ്യാം എന്ന് നമുക്ക് ഇന്ന് നോക്കാം. ഞാൻ ലൈവ് പ്രൂഫായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനായി ആദ്യം നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ഫേസ്ബുക്ക് ടൈപ്പ് ചെയ്ത് അവിടെ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഫേസ്ബുക്ക് അപ്ഡേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഡിലീറ്റ് ആക്കാൻ ഉദ്ദേശിക്കുന്ന അക്കൗണ്ട് ഏതാണോ അത് ഇവിടെ ഈ രീതിയിൽ കിടക്കും. അതിനുശേഷം മുകളിൽ കാണുന്ന സെറ്റിംഗ്സ് ബട്ടൺ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ ഇന്റർഫേസിലായിരിക്കും ഇവിടെ വരുന്നത്. ഇതിനുശേഷം നിങ്ങൾ മുകളിൽ കാണും അക്കൗണ്ട് സെന്റർ എന്നുള്ളത്. ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴെ കുറച്ച് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നുള്ളത് കാണാൻ പറ്റും. ഈ പേഴ്സണൽ ഡീറ്റെയിൽസ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഈ ഇന്റർഫേസിൽ നമ്മളുടെ പേഴ്സണലായ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. അതിനുശേഷം താഴെ കാണുന്ന അക്കൗണ്ട് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നമ്മൾ സാധാരണ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും റിക്കവറി ആയിട്ട് വരും. അത് പെർമനൻ്റായി ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ടിപ്പ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ കാണുന്നത് ഇപ്പോൾ 2 ഓപ്ഷനുകളാണ്. അതിൽ താഴെയുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഏത് അക്കൗണ്ടാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് ആ അക്കൗണ്ടിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇതിൽ 2 ഓപ്ഷനുകളാണ് വരുന്നത്. നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് ചെയ്യണോ അല്ല പെർമനൻ്റ് ആയിട്ട് ചെയ്യണോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് പെർമനൻ്റ് ആയി ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള കോളത്തിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം വരുന്ന ഇന്റർഫേസ് ഇതായിരിക്കും. ഇതിൽ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഡിലീറ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ എന്താണെന്നാണ് അതിൽ ചോദിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് കാരണങ്ങളൊന്നും ഇല്ലെങ്കിൽ അവസാനം വരുന്ന ഐ നോ ലോങ്ങർ ഫൈൻഡ് എ ഫേസ്ബുക്ക് യൂസ്ഫുൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ കണ്ടിന്യൂ കൊടുക്കുക. അത് വരുന്ന ഇന്റർഫേസ് ഇതായിരിക്കും. അതിവിടെ നിങ്ങൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന ഇന്റർഫേസ് ഇതാണ്. ഇതിൽ നിങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അക്കൗണ്ടിലുള്ള ഫോട്ടോസുകളുടെ എണ്ണവും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിച്ചു തരും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കാം എന്നുള്ള ഓപ്ഷനാണ്. ഇതിപ്പോൾ നമ്മൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിനുശേഷം നിങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രൊഫൈൽ ഏതാണോ അതിൻ്റെ പാസ്വേഡ് അവിടെ നൽകുക. കണ്ടിന്യൂ എന്നുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അക്കൗണ്ട് ഇപ്പോൾ ഡിലീറ്റ് ആയി, പക്ഷേ പെർമനൻ്റായി ഡിലീറ്റ് ആയിട്ടില്ല. പെർമനൻ്റായി ഡിലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടിപ്സുകൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. അതിനായി നിങ്ങൾ ഉദാഹരണത്തിന് ജനുവരി 1 നിങ്ങൾ ഡിലീറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫെബ്രുവരി 1 വരെ നിങ്ങൾ ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പാടില്ല. എന്നാലേ അത് പെർമനൻ്റായി ഡിലീറ്റ് ആവും. നിങ്ങൾ അങ്ങനെ 1 മാസം ഓപ്പൺ ചെയ്തില്ലെങ്കിൽ അത് പെർമനൻ്റായി ഡിലീറ്റ് ആയി പോകുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്